അതെ. ഒരു ചോദ്യം നോക്കിയേ. റൂട്ട് 30, റൂട്ട് 30, റൂട്ട് 30, റൂട്ട് 30. ഇനി അടുത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ആദ്യം ഒരു റൂട്ട് പിന്നെ ഒരു വലിയ റൂട്ട് വരും. ഇതുപോലുള്ള നമ്പർ വരുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള ചോദ്യത്തിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഈ 30ൻ്റെ തൊട്ടടുത്ത 2 ഘടകങ്ങൾ എടുക്കണം. അതായത് ഈ ഘടകങ്ങളെന്ന് പറഞ്ഞാൽ 30 എന്ന സംഖ്യയെ അടുത്തടുത്ത് കിടക്കുന്ന ഏതെങ്കിലും 2 സംഖ്യ കൊണ്ട് തുണയ്ക്കുമ്പോഴാണ് 30 കിട്ടുന്നത്. ഉദാഹരണം ഞാൻ പറയാം. 5 × 6 30. 5×6 30. 30 വരാൻ വേറെ നമുക്കറിയാം. 15 × 2 എന്ന് പറയുന്നത് 30. പക്ഷേ അത് നമുക്ക് ഇവിടെ വേണ്ട. കാര്യം എന്താ? അടുത്തടുത്ത് കിടക്കുന്ന, അതായത് തൊട്ടടുത്ത് കിടക്കുന്ന 2 നമ്പർ വെച്ചാണ് ചെയ്യേണ്ടത്. അതായത് 5 കഴിഞ്ഞാൽ 6. അപ്പം തൊട്ടടുത്ത് വരുന്ന 2 ഘടകങ്ങൾ, ഒന്ന് 30ൻ്റെ 5 ആണ്, ഒരെണ്ണമെന്ന് പറയുന്നത് 6ആണ്. അപ്പോൾ ഈ ചോദ്യത്തിനകത്ത് പുറത്ത് എന്ന് പറയുന്ന ചിഹ്നമാണെങ്കിൽ വലിയ സംഖ്യ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ? 5, 6. ഇതിനകത്ത് വലിയ സംഖ്യ 6. ഇനി സ്വാഭാവികമായി നിങ്ങൾ ഒരു ഡൗട്ട് വരും. വലിയ സംഖ്യ ആയതുകൊണ്ടാണ് 6 ഈ പ്ലസിൻ്റെ കാലത്ത് നെഗറ്റീവ്, അതായത് മൈനസ് ആണെങ്കിൽ ഇപ്പം 5 × 6 ഈ പ്ലസ് ഈ മൈനസ് ആക്കിയാൽ ഉത്തരം 5 വരുന്നത്. അതായത് പോസിറ്റീവ്, അതായത് പ്ലസ് ആണ് ഇവിടെ വരുന്നതെങ്കിൽ മറുത്ത് വരുന്നതെങ്കിൽ വലിയ സംഖ്യ, നെഗറ്റീവ് അതായത് മൈനസ് വരുന്നതെങ്കിൽ ചെറിയ സംഖ്യ. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ നിയമം. ഓക്കെ. അടുത്ത ഒരു ചോദ്യം നോക്കിയേ. 36, 75, 149. അതായത് 36,75,149. അത് ഓക്കെ. അപ്പം ഈ ഒരു നമ്പറിനകത്ത് 5ൻ്റെ സ്ഥാനവിലയും അതേപോലെ മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം എത്രമാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥാനവില നമുക്ക് നോക്കാം. ഏതാ നമ്മളിപ്പം ഈ സ്ഥാനവില എങ്ങനെ കണ്ടുപിടിക്കുക? ഉദാഹരണം ഞാൻ പറയാം. 3412. ഈ 3412 ഇപ്പം ഇതെങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? 3412. ഇവിടെ ഒറ്റ 10 100 1000 അങ്ങനല്ലേ പോലെ. ഒറ്റയുടെ കാലത്ത് 2, 10ൻ്റെ കാലത്ത് 1, 100ൻ്റെ കാലത്ത് 4, 1000ൻ്റെ കാലത്ത് 3000. അപ്പോൾ അതേപോലെ ഇതൊന്ന് നോക്കിയേ. 36, 75, 149. അപ്പം നമ്മൾ ഇവിടെ 5ൻ്റെ സ്ഥാനവിലയാണ് വേണ്ടത്. അപ്പം ഇവിടെ നിന്ന് നോക്കണം. ഇവിടെ നിന്ന് നോക്കാം. ഓക്കെ. 9ൻ്റെ ഒറ്റ 10 100 1000 10000 ലക്ഷം അങ്ങനെ പോവും. 5ൻ്റെ സ്ഥാനത്ത് വരുന്നത് 1000. അപ്പോൾ 5ൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് 5ൻ്റെ സ്ഥാനവില 1000. അപ്പോൾ 1000 × 5. 5ൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് 5000 അല്ലേ? ഇനി 5ൻ്റെ മുഖവില. എന്നാൽ 5ൻ്റെ മുഖവില എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നും നോക്കണ്ട. ഏത് സംഖ്യയുടെ മുഖവിലയാണോ ചോദിച്ചിരിക്കുന്നത് അതേ സംഖ്യ അതിൻ്റെ മുഖവില. ഇപ്പം 16 അല്ലെങ്കിൽ 8. 8ൻ്റെ മുഖവില 8 അല്ല. ഓക്കെ. അപ്പം നമ്മൾ അറിയാം 5ൻ്റെ മുഖവില എന്ന് പറയുന്നത് 5. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസമല്ലേ. സ്ഥാനവില എത്ര? 5000. മുഖവില എത്ര? 5. അപ്പം നമുക്ക് പറയാൻ കഴിയും എന്ത്? 5000 - 5. അതായത്
4995 ഇതിൻ്റെ ആൻസർ. 4995. അപ്പോൾ താനവിനെയും മുഹവിനെയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ ചോദിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറെ താനവിനെയും മുഹവിനെയും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.